ഏതൊരു രാജ്യവും തങ്ങളുടെ പൗരന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ തങ്ങളെ കൊണ്ട് ആവുന്നതെല്ലാം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആത്മീക ലോകത്തും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ ശത്രുവായ സാത്താനും അവനെ കൊണ്ട് പറ്റുന്നത് പോലെ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം പറയുന്ന കാര്യങ്ങളിൽ അനുസരിക്കാതെ മാനവജാതിയെ അനുസരണക്കേടിലൂടെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ശക്തികളിൽ നിന്ന് പുറത്തു വരുവാൻ പലപ്പോഴും നമുക്ക് തനിയെ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മെ ജീവനിലേക്ക് നടത്തുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അതിന്റെ പ്രാധാന്യമെല്ലാം വളരെ വലിയതാണ്. ഇന്ന് നാം ദൈവരാജ്യത്തിന്റെ പൗരന്മാരാണോ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ഗഹനവും അതിവിശാലവുമായ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ ഈ ചെറിയ സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യം ഒരു ഭാവി വാഗ്ദാനം മാത്രമല്ല, മറിച്ച് വർത്തമാനകാലത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം അനുഭവിക്കേണ്ട ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം തന്നെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് 1:15 നമുക്ക് ഇപ്രകാരം കാണാം: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ് എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:20 കാണുവാൻ കഴിയും. ഇത് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക സഭകളിൽ സംഭവിച്ചതുപോലെ ഇന്നും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ രാജ്യം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ബെസിലിയ എന്ന പദമാണ്. ഈ പദത്തിന് ആധുനിക കാലഘട്ടത്തിലെ രാജ്യം, കിങ്ഡം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതിനേക്കാൾ വിശാലമായ അർത്ഥവ്യാപ്തിയുണ്ട്. സാധാരണയായി രാജ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ഒരു നിശ്ചിത അതിർത്തിയുള്ള ഭൂപ്രദേശത്തെ കുറിച്ചാണ്. എന്നാൽ ബൈബിളിലെ ബെസിലിയ എന്ന പദം പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഭരണം, അധികാരം അല്ലെങ്കിൽ പരമാധികാരം എന്നിവയാണ്. അതുകൊണ്ട് ദൈവരാജ്യം എന്നത് ഒരു സ്ഥലമല്ല, മറിച്ച് ദൈവത്തിന്റെ ഭരണം എവിടെയെല്ലാം അംഗീകരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവരാജ്യം സ്ഥാപിതമാകുകയാണ്. ഒരു വ്യക്തി തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവരാജ്യം കടന്നു വരികയാണ്. ഇതുകൊണ്ടാണ് യേശു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:21 നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ദൈവരാജ്യത്തിന്റെ പൗരന്മാരാകുന്നത് സ്വർഗത്തിൽ പോകുമ്പോൾ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ, അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവരാജ്യത്തിന്റെ പൗരന്മാരായി മാറുകയാണ്. പ്രിയദൈവത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സാഹചര്യത്തിലും ഇന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം അഖിലചരാചരങ്ങളെ ഒറ്റവാക്കിൽ ഉളവാക്കിയ ദൈവം നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നു. ഈ ദൈവം കൂടെയുണ്ട് എങ്കിൽ നിങ്ങളുടെ മുമ്പാകെയുള്ള ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ തകർക്കാൻ പറ്റുകയില്ല. മാത്രമല്ല, ശത്രുവിന്റെ ഒരു തന്ത്രവും നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ തൊടുകയില്ല. കാരണം അവൻ സർവ്വസൈന്യാധിപനാ, അവൻ സകലത്തിന്റെ മേലും അധികാരമുള്ളവനാ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത് വീണ്ടും ജനനത്തിലൂടെയാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ യേശുവിനെ അനുവദിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദിമോസുമായിട്ടുള്ള യേശുവിന്റെ സംഭാഷണം വളരെ പ്രസക്തമായതാണ്. നിക്കോദിമോസ് ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു, പരീശനും ഇസ്രായേലിന്റെ ഉപദേഷ്ടാവുമായിരുന്നു, അറിവിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിക്കോദിമോസ് യേശു ചെയ്ത അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ വലിയ പ്രവാചകനായി കണ്ടു. എന്നാൽ അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മതിയായ യോഗ്യതയായിരുന്നില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. പ്രിയ ദൈവത്തിലെ ജീവിതയാത്രയിൽ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വന്തം എന്ന് പറയുന്നവരെല്ലാവരും നമ്മുടെ മരണത്തോടെ ഈ ലോകം വിട്ട് നമ്മെ വിട്ടുപോകുമെങ്കിലും നിത്യതയിലും കൂടെ വസിക്കുന്ന ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾ വിജയം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവത്തിലെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ അനേകർക്ക് ഒരു അനുഗ്രഹമാക്കുവാൻ ഈ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെ, സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണും, നിങ്ങളത് അനുഭവിക്കും.
നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇന്ന് യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ നിങ്ങൾക്ക് നേടാൻ ഒത്തിരിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. പൂർണ്ണ മനസ്സോടെ യേശുവിനോട് പറ്റിയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ. ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഈ ജനത്തിന്റെ ജീവിത മേഖലകളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകലവും നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. യേശു നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.